MA ഹിസ്റ്ററി സബ്ജക്റ്റിൻ്റെ തേർഡ് സെമ്മിൻ്റെ പാർട്ടായ പെർസ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ടെക്സ്റ്റിലെ 4.2 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, രണ്ടാം തലമുറ അവകാശങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ എന്നും അറിയപ്പെടുന്ന രണ്ടാം തലമുറ അവകാശങ്ങളിൽ ക്ഷേമം, വിദ്യാഭ്യാസം, വിനോദം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നു. ഈ അവകാശങ്ങൾ മാനുഷിക അന്തസ്സിന് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, സമത്വം, പ്രധാനപ്പെട്ട സാമൂഹിക സാമ്പത്തികവുമായ സാധനങ്ങൾ, സേവനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതാണ് രണ്ടാം തലമുറ അവകാശത്തിൻ്റെ മെയിൻ പാർട്ട്. 4.2 കാറ്റഗറീസ് ഓഫ് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സോഷ്യൽ റൈറ്റ്സ്, സാമൂഹിക അവകാശങ്ങൾ. സമൂഹത്തിൽ പൂർണ്ണമായും പങ്കെടുക്കാൻ ആവശ്യമായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് സോഷ്യൽ റൈറ്റ്സ് അഥവാ സാമൂഹിക അവകാശങ്ങൾ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫൗണ്ട് ആൻഡ് മെയിൻറ്റെയിൻ എ ഫാമിലി, കുടുംബം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനുമുള്ള അവകാശം. റൈറ്റ് ടു റീക്രിയേഷൻ, വിനോദത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഹെൽത്ത് കെയർ, ആരോഗ്യ പരിപാലനത്തിനുള്ള അവകാശം. റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം. ഫ്രീഡം ഫ്രം ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനുള്ള സ്വാതന്ത്ര്യം. സെക്കൻഡ്, ഇക്കണോമിക് റൈറ്റ്സ്, സാമ്പത്തിക അവകാശങ്ങൾ. ഭൗതിക സുരക്ഷയ്ക്കും മാനുഷിക അന്തസ്സിനും അത്യന്താപേക്ഷിതമായ ഈ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യുവാനുള്ള അവകാശം. റൈറ്റ് ടു ആൻ ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അനുയോജ്യമായ ജീവിത നിലവാരത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഹൗസിംഗ്, പാർപ്പിടത്തിനുള്ള അവകാശം. റൈറ്റ് ടു എ പെൻഷൻ ഫോർ ദ ഓൾഡ് ഓർ ഡിസേബിൾഡ്, പ്രായമുള്ളവർക്കോ വികലാംഗർക്കോ ഉള്ള പെൻഷനുള്ള അവകാശം. തേർഡ് വൺ, കൾച്ചറൽ റൈറ്റ്സ്, സാംസ്കാരിക അവകാശങ്ങൾ. ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കുന്നതിന് പ്രധാനമായ ഈ അവകാശങ്ങൾ ഉൾപ്പെടുന്നു. സെക്കൻഡ് ജനറേഷൻ്റെ മെയിൻ പാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. തേർഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മൂന്നാം തലമുറ അവകാശങ്ങൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന 2 ദശകങ്ങളിൽ ഉയർന്നു വന്ന മൂന്നാം തലമുറ മനുഷ്യാവകാശങ്ങൾ കൂട്ടായ അവകാശങ്ങളിലും ഐക്യദാർഢ്യത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സുസ്ഥിര വികസനം, സമാധാനം, ആരോഗ്യകരമായ അന്തരീക്ഷം, മാനവരാശിയുടെ പൊതു പൈതൃകം പങ്കിടൽ, ആശയവിനിമയം, മാനുഷിക സഹായം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ കൂട്ടായ അവകാശങ്ങൾ വ്യക്തികൾക്കല്ല സമൂഹങ്ങൾക്കോ സംസ്ഥാനങ്ങൾക്കോ ആണ് അവകാശപ്പെട്ടതിനാൽ അവയെ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കരുതെന്ന് ചില വിദഗ്ധർ വാദിക്കുമ്പോൾ, മറ്റുള്ളവർ അവയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. മൂന്നാം തലമുറ അവകാശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങൾ വ്യക്തിഗത മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നതിനുള്ള ന്യായീകരണമായി കൂട്ടായ അവകാശങ്ങൾ ഉപയോഗിച്ചേക്കാമെന്ന ആശങ്കകൾ ഉയർന്നു വന്നു. കൂടാതെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനത്തിനല്ല അന്താരാഷ്ട്ര സമൂഹത്തിനാണെന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും ആശങ്കകളുണ്ട്. ഈ ആശങ്കകൾക്കിടയിലും ഈ മേഖലകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കൂടുതൽ പരിവേഷണവും ശ്രദ്ധയും അത്യാവശ്യമാണെന്ന കാര്യത്തിൽ പൊതുവായ ധാരണയുണ്ട്. തേർഡ് ജനറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.